ഹലോ ഫ്രണ്ട്സ്, ഇമങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധനം ഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതേപോലത്തെ ഒരു സംഭവം മൊബൈൽ ഹോൾഡറാണ്. സാധാരണ ലോങ് റൈഡെല്ലാം പോകുന്ന ബൈക്കുകളിലൊക്കെ അവർ GPS, അതായത് മൊബൈലിൽ മാപ്പ് വെച്ചിട്ട് മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണിത്. വിത്ത് ചാർജർ. ഇത് വണ്ടിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് USB കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് സാധാരണ കൂടുതലും ബൈക്കുകളിലാണ് എല്ലാവരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്കൂട്ടറിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ഈ ഹോൾഡർ മാത്രമല്ല ഈ ചാർജറും കൂടി എങ്ങനെ സ്കൂട്ടറിൽ കണക്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കിടക്കുന്ന സുസുക്കി ആക്സസ് 125 നമ്മൾ ഈ ഹോൾഡർ ഫിറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു ലെഗ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ മിററിലാണ് ഇത് ഫിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഈ നട്ട് ലൂസാക്കിയിട്ട് ഈ അടിഭാഗം, ഈ ബോളോട് കൂടിയുള്ള ഈ ഒരു അടിഭാഗം ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യും. അതിൻ്റെ അടുത്തൊരു സ്റ്റാൻഡാണ്. ഇതെല്ലാ ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. എന്നിട്ട് ബാക്കി ആ മേൽഭാഗം ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നടുഭാഗം ഒരു നടുക്കഷമാണിത്. അത് ഈ ബോളിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ വ്യൂ എങ്ങനെയാണെന്നെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇതിന് ഇവിടെ ഒരു ബോളുണ്ട്, അത് നമ്മളിത് ഇതിനകത്തോട്ടിട്ട് ആ മേൽഭാഗത്തോട്ട് ഇടുക. ഇവിടെ ഒരു നട്ടുണ്ട് ലൂസാക്കാൻ. അത് ലൂസാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മുടെ വ്യൂ എങ്ങനെയാണെന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഈ സൈഡിലെ ഈ നട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെക്കുക, കറക്റ്റ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റുന്ന പോലെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ലൂസായി പോകും. ഇപ്പോൾ നമുക്കിത് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും തിരിക്കാവുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ വയർ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിലാണ് ഈ ഒരു USB പോർട്ട് കുത്താനുള്ള ഒരു ഏരിയ വരുന്നത്. അപ്പം നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുമപ്പും കറുപ്പും വയറുണ്ട്. ഈ ചുമപ്പും കറുപ്പും വയറും നമ്മൾ കീ ഓണാക്കുമ്പോൾ ഈ ഒരു സംവിധാനം ഓണാവണം. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സസ് 125ൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി എല്ലാം വരുന്നത്. അവിടേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടീൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ടൂൾസ് ഉണ്ടാവും. ടൂൾസൊക്കെ നമ്മളിങ്ങനെ കുടഞ്ഞിടുക. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ളതും സ്റ്റാർ ആയിട്ടുള്ളതും രണ്ട് സൈഡ് ഉള്ള സ്ക്രൂ ഡ്രൈവർ കാണും. അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹാൻഡിലുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ നമ്മളിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതൊക്കെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ നട്ട് നമുക്ക് നോക്കി കാണാം. സ്റ്റാർ ഷേപ്പിലുള്ള സ്ക്രൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കണം. അപ്പോൾ രണ്ട് സ്ക്രൂവേ ഉള്ളൂ. അത് ഞാനിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. തൽക്കാലം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നങ്ങ് വരും. എൻ്റെ പൊന്നെ, വണ്ടി വാങ്ങിയ പിന്നെ ഇതിൻ്റെ ഉൾഭാഗം വെള്ളം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ തന്നെ ഉപയോഗിക്കുന്നുണ്ടാ. അപ്പം ആ രണ്ട് സ്ക്രൂ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അടിഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു തരത്തിലുള്ളൊരു ഒരു ക്ലിപ്പ് പോലത്തെ സംഭവമാണ്. അത് പൊട്ടിപ്പോരും. ഞാൻ നോക്കിയിട്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് വെച്ച് ബാക്കി ഇനി ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന സെറ്റപ്പ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ നീളമുള്ള വയർ നമുക്ക് ആ ഫ്രണ്ടിലോട്ട് എത്തിക്കണം. അതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് വ്യൂ മിററിൻ്റെ തന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കാണാം. അതിൻ്റെ അകത്ത് കൂടെ ഈ വയർ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ച് ആ വയർ നമുക്ക് ഇവിടെ കിട്ടും, ഇതിൻ്റെ അകത്തോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ആണ് ബാറ്ററീൻ്റെ നെഗറ്റീവും ഇത് പോസിറ്റീവും.
അപ്പം ഇതിനകത്തെ ഈ കറുത്ത വയറ് ബാറ്ററീൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യണം നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ കീ ഓൺ ആകുമ്പോൾ വേണം ഈ ഒരു മൊബൈൽ ചാർജിങ്ങിൻ്റെ ആ സംഭവം ഓൺ ആവാനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വയറ് ഇതിൻ്റെ കീയിൻ്റെ കണക്ഷനിലോട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് കീയിൻ്റെ ആ ഒരു സെറ്റ് വരുന്നത്, കീ സെറ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു 2 വയറിൽ ഒരു വയറിൽ വേണം നമ്മൾ ആ ഒരു ചുമന്ന വയറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി. നമ്മൾ ഏത് വയറിലാണ് പവർ വരുന്നത് അറിയാൻ വേണ്ടി നമ്മളൊരു മൾട്ടിമീറ്റർ എടുക്കുക. എന്നിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ബാറ്ററീൻ്റെ നെഗറ്റീവിലോട്ട് വെച്ചിട്ട് നമ്മൾ കീ ജസ്റ്റ് ഓൺ ആക്കുക. കീ ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു കീ സെറ്റിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഇതിനകത്ത് മുട്ടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൽ റീഡിങ് കാണിക്കും. കീയിൻ്റെ ഏതെങ്കിലും ഒരു വയറിൽ വെച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് മൾട്ടിമീറ്ററിൽ കാണാം 12.6. അപ്പം ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ വരുന്ന വയർ ഏതാണ്, പോസിറ്റീവ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഓൺ ആകുമ്പോൾ തട്ടുന്ന ആ വയർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. പവർ വരുന്ന വയർ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററിൽ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. മൾട്ടിമീറ്ററിൽ കാണുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ വയർ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഞാൻ പറഞ്ഞ പോലെ കറുത്ത വയറ് ബാറ്ററീൻ്റെ നെഗറ്റീവിൽ നിന്നും, മറ്റേത് ഞാൻ ആ നേരത്തെ പവർ നോക്കി ഒരു ചുമന്ന ലൈനായിരുന്നു നേരത്തെ പവർ സപ്ലൈ വരുന്ന ആ ഒരു വയർ. അതിനകത്തേക്ക് ആ ചാർജറിൻ്റെ ചുമന്ന വയറിൻ്റെ ആറ്റം ചെത്തി കളഞ്ഞിട്ട് ഞാൻ ആ വയറും ചെത്തി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ആക്കിയിട്ട് ആ പവർ ചാർജർ ആ അവിടുത്തെ USB പോർട്ടിലോട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം കീ നമ്മൾ ഓണിലിട്ടതിന് ശേഷം ഇവിടെ ഇങ്ങനെ വന്നിട്ട് USB പോർട്ട് ഓപ്പൺ ആയി നോക്കി കാണാം. അവിടെ ഒരു നീല ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടോ, നീല ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെ നമുക്കിത് ഓഫാക്കാനും ഓണാക്കാനുള്ളൊരു ചെറിയൊരു സ്വിച്ചുണ്ട്. അത് അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാനും പറ്റും ഇവിടെ തന്നെ. അപ്പോൾ നമുക്കിനി ഇത് മൊബൈൽ ചാർജ് ആവുന്നുണ്ടോ എന്ന് അടുത്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ചാർജർ ആ USB പോർട്ടിൽ നിന്ന് ചാർജറിൻ്റെ USB കേബിൾ എടുത്തിട്ട് ഞാനിത് മൊബൈൽ ഹോൾഡറിൽ മൊബൈൽ വെച്ചിട്ടുണ്ട്. ഞാനിത് കണക്ട് ചെയ്യാൻ പോവാണ്. അടിച്ചു പോകല്ലേ ഗൈസ്, അടിച്ചു പോയിട്ടില്ല, ചാർജ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത കാര്യം സക്സസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്കൂട്ടറിൻ്റെ അകത്ത് ഒരു മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ കൊടുത്ത ഏരിയ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് വൃത്തിക്ക് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. വേറെ വെള്ളമോ ഷോർട്ട് ആവാണ്ടൊക്കെ നമ്മൾ വൃത്തിക്ക് ഒട്ടിച്ച് വെക്കണം. ബാക്കിയുള്ള വയർ ഇതിൻ്റെ അകത്ത് തന്നെ ചുരുട്ടി ഒരു സൈഡിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ടിത് പഴയ പോലെ തന്നെ അടച്ചു വെക്കണം കേട്ടോ ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലേഷനെല്ലാം ചുറ്റി ഇത് ബാക്കിയുള്ള വയർ ഞാൻ നല്ല വൃത്തിക്ക് ഒരു സ്ട്രാപ്പെല്ലാം ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വൃത്തിക്ക് വേണം നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇത് പഴയ പോലെ ആക്കിയിട്ട് അവിടെ സ്ക്രൂ ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ ഇത് സെറ്റായി. അതേപോലെ തന്നെ നമുക്കിവിടെ ഇനി മൊബൈൽ ചാർജ് ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം. ഇത്രയും വലിയ വള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഇയർഫോണൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലൂടൂത്ത് ഇയർഫോൺ, എസ്പെഷ്യലി ബ്ലൂടൂത്ത് ഇയർഫോൺ എല്ലാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഡാറ്റ കേബിൾ കിട്ടും. അങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത്രയും ലോങ് ആയിട്ടുള്ള കേബിൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കൂട്ടറിൽ ഒരു മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി പഠിച്ചു നോക്കുക, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് വേണം നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആയിട്ട് ഇമോങ്ക് ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ വരുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.